രാജീവ് ചന്ദ്രശേഖർ ഇന്നൊരു ആരോപണം നടത്തി. ലോകത്തിലെ ഏറ്റവും നാണമില്ലാത്ത പാർട്ടിക്കുള്ള ഗോൾഡ് മെഡൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് നൽകണം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി എന്തും പറയും, എന്തും ചെയ്യുമെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. രാഹുൽ ഗാന്ധി വന്ന ശേഷം ഒരു കാഴ്ചപ്പാടില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി എന്ന് ആരോപിക്കുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിമാരുമാണ് ലീഗുമായുള്ള കോൺഗ്രസിൻ്റെ ഡീലെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു. UDF ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ വാദത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. രാജീവ് സ്വന്തം പാർട്ടിയിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്നും തങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ട എന്നുമായിരുന്നു പ്രതികരണം. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാം, അതിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ഉപദേശം വേണ്ട. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ VD സതീശൻ ഉന്നയിക്കുന്നു. കേരളത്തിലേക്ക് നൂലിൽ കെട്ടിയിറക്കിയ ഒരാളല്ലേ ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. നോക്കാം പരസ്പരം കൊമ്പുകോർത്ത ആ വാക്കുകൾ. ഈ ലോകത്തിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, അതിൻ്റെ ഒരു ഗോൾഡ് മെഡൽ ആർക്കെങ്കിലും ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് ഒരു ഡിസർവിംഗ് ആണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്തും പറയും, എന്തും ചെയ്യും. അവര് രാഷ്ട്രത്തിന് വേണ്ടി ഏത് ലെവലിൽ വരും നുണ പറയാൻ അവർ തയ്യാറാണ്. പക്ഷെ രാഹുൽ ഗാന്ധി വന്ന ശേഷം ആ പാർട്ടിയിൽ ഒരു കാഴ്ചപ്പാടുമില്ല. അത് ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാൾ ആരാണ് ഇത് തീരുമാനിക്കുക? അല്ലെ BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാൾ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടിയിറക്കിയ ഒരാളെ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങളെ മനസ്സിലായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നിന്ന് ശ്രീലേഖ ഇറങ്ങിപ്പോയതാണ് മറ്റൊരു പ്രധാന സംഭവം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി S ജയശങ്കർ പേര് പരാമർശിച്ചില്ല എന്നതായിരുന്നു ശ്രീലേഖയുടെ പരാതി. രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് മാത്രമാണ് ജയശങ്കർ പറഞ്ഞത്. ഇതോടെ പ്രകോപിതയായ ശ്രീലേഖ ഇറങ്ങിപ്പോവുകയായിരുന്നു. നേതാക്കൾ ഇടപെട്ടു, പിന്നീട് അനുനയിപ്പിച്ചു, തിരികെ എത്തിക്കുകയൊക്കെ ചെയ്തു. VV രാജേഷും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ ശ്രീലേഖയെ കാണാൻ ചെന്നു. അവരെ ഈ തൻ്റെ അതൃപ്തി ശ്രീലേഖ അറിയിച്ചു എന്നാണ് വിവരം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ G സോമനോടും ശ്രീലേഖ കയർത്തു എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. രാജീവ് ചന്ദ്രശേഖരനോടും മേയർ VV രാജേഷിനോടും അതൃപ്തി പറയുന്നു എന്ന കാര്യവും വ്യക്തമായിട്ടുണ്ട്. പാർട്ടി വേദികളിൽ ശ്രീലേഖയുടെ പിണക്കം പക്ഷേ ഇത് ആദ്യമല്ല. കോർപ്പറേഷനിൽ BJP മേയർ അധികാരം ഏൽക്കുന്ന ചടങ്ങിൽ നിന്ന് പാതിവഴിയിൽ ഇറങ്ങിപ്പോയ ശ്രീലേഖയെ നമ്മൾ കണ്ടതാണ്. അന്ന് ശ്രീലേഖയ്ക്കായിരുന്നു മേയർ പദവി കിട്ടുക എന്നൊരു വാർത്ത ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നു. പിന്നീട് അത് നിഷേധിക്കപ്പെട്ടു എന്ന ഒരു വാദവും ഉണ്ടായിരുന്നു. ഏതായാലും അവർ അന്നത് പ്രകടമാക്കി എന്നതാണ് അതിലെ ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ മേയർ പദവിയിലേക്ക് പരിഗണിക്കാത്തതിലെ ആ പരിഭവം അന്ന് അവർ പുറത്തു പറയുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി എത്തിയ ഒരു ചടങ്ങിലും ഇത് വ്യക്തമായിരുന്നു. ചടങ്ങിൻ്റെ ഒരറ്റത്തേക്ക് അവർ മാറി നിന്നത് വിവാദമായി. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ സംഭവം നടന്നത് മസ്കറ്റ് ഹോട്ടലിലാണ്. വട്ടിയൂർക്കാവിലെ പ്രമുഖ വ്യക്തികളുമായി വിദേശകാര്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് ശ്രീലേഖ തൻ്റെ അതൃപ്തി പ്രകടമാക്കിയത്. തൻ്റെ പേര് പറയാത്തത് കൊണ്ട് ഇറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്തത്. ഏതായാലും BJP സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപേ നടക്കുമ്പോൾ അതവരെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതൊക്കെ സ്വാഭാവികമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കുകയും ചെയ്യാം. ഏതായാലും ദിലക്ഷൻ ചാനൽ വീണ്ടും കുറെ കൂടി വസ്തുതകൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.